നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ കേമദ്രുമയോഗത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി രാജയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ രാജയോഗങ്ങളിൽ നിന്ന് അനുഭവം ജീവിതത്തിൽ ഇല്ലാതെ ഈ കേമദ്രുമം മാത്രം അനുഭവിച്ച് തീർക്കുന്ന ഒരുപാട് ജാതകരെ കാണാനിടയായി. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അത്രമേലുണ്ട് എന്നുള്ളത് കുറേ കാലത്തെ ഒരു നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റെന്ത് യോഗങ്ങളുണ്ടെങ്കിലും കേമദ്രുമം ഉണ്ടെച്ചാൽ ആ യോഗങ്ങൾ ഫലിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം അത് ആചാര്യൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്രമേൽ പ്രാധാന്യം ഉണ്ട് അതിന്. അപ്പോൾ അത് ആ വിഷയം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സുനഭ, അനഭ, ദുരുധുര, പിന്നെ കേമദ്രുമം, ഇങ്ങനെ 4 യോഗങ്ങളാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ് സിദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ, സൂര്യൻ ഒഴിച്ചുള്ള ഗ്രഹങ്ങൾ, അതായത് സൂര്യനെ ഒഴിച്ച് മറ്റ് ഗ്രഹങ്ങൾ, ചൊവ്വ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങൾ ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ നിന്നാൽ സുനഭ എന്ന യോഗവും, ചന്ദ്രൻ്റെ 12ൽ നിന്ന് കഴിഞ്ഞാൽ അനഭ എന്ന യോഗവും, 2ലും 12ലും സൂര്യനെ ഒഴിച്ചുള്ള മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ അതിൽ രാഹു കേതുക്കൾ പെടില്ല, ചൊവ്വ മുതൽ ശനി വരയ്ക്കുള്ള ഗ്രഹങ്ങൾ മാത്രമാണ് അതിൽ പെടുക. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ദുരുധുര എന്ന യോഗവും, ചന്ദ്രൻ്റെ 2ലും 12ലും ഒരു ഗ്രഹങ്ങളും ഇല്ലെങ്കിൽ അതിനെ കേമദ്രുമം എന്ന യോഗവുമായിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുനഭ, അനഭ, ദുരുധുര, കേമദ്രുമം, ഇങ്ങനെയുള്ള യോഗങ്ങൾ അവിടെ സിദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചന്ദ്രൻ്റെ ഇരുപുറത്തും ഗ്രഹങ്ങൾ നിൽക്കാതെയും കേമദ്രുമം ഉണ്ടാവാം. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മാത്രമല്ല, ഈ ഒരു ദാരിദ്ര്യയോഗം ജാതകത്തിലുണ്ടെങ്കിൽ മറ്റു വിശേഷപ്പെട്ടിട്ടുള്ള ഒരു യോഗങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെ, ചന്ദ്രൻ സൂര്യനോട് ചേർന്നിട്ട് നീചഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും പാപാംശകവും ചേർന്ന് 7ാം ഇടത്തിൽ വന്നാലും ഈ ദാരിദ്ര്യയോഗ. ചന്ദ്രേ സ്വഭാനോ യതി നീചദൃഷ്ടേ പാപാംശകേ യാതി ദരിദ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചന്ദ്രൻ സൂര്യനോട് ചേർന്ന സമയത്ത് അമാവാസിയാണ് ഉണ്ടാവുക. ഒരേ ഡിഗ്രിയിൽ വന്നാൽ അമാവാസി ഉണ്ടാവും. ഏതെങ്കിലും ഒരു നീചഗ്രഹത്തിൻ്റെ ദൃഷ്ടി, പാപക്ഷേത്രത്തിൽ ചന്ദ്രൻ്റെ നവാംശകം, ഇങ്ങനെ വന്ന് ലഗ്നാൽ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ അത് ദാരിദ്ര്യയോഗമാണെന്നുള്ളത് മനസ്സിലാക്കണം. ക്ഷീണചന്ദ്രൻ ലഗ്നത്തിലും ക്ഷീണേന്ദു ലഗ്നേ നിധനേ നിശായാം പാപേക്ഷിതേ പാപയുതേ തഥാസ്യാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണചന്ദ്രൻ ലഗ്നത്തിലും അഷ്ടമത്തിൽ പാപയോഗ ദൃഷ്ടി വർഗാദികളുള്ളപ്പോൾ രാത്രി ജനിക്കുകയും ചെയ്താൽ, അതായത് ക്ഷീണചന്ദ്രൻ ലഗ്നത്തിൽ വരിക, അഷ്ടമത്തിൽ പാപയോഗം ഉണ്ടാവുക, പാപദൃഷ്ടി ഉണ്ടാവുക, ഇങ്ങനെ വരുന്ന ആളുകൾ രാത്രി ജനിച്ചാൽ അതും ഒരു കേമദ്രുമം അഥവാ ഒരു ദരിദ്രയോഗമായിട്ട് മാറും. അപ്പോൾ അതൊക്കെ വിശേഷമായിട്ടുള്ള യോഗമാണ്. ചന്ദ്രൻ്റെ ഇരുപുറത്തും ഗ്രഹങ്ങളില്ലെങ്കിൽ മാത്രമല്ല കേമദ്രുമം എന്ന് സമർത്ഥിക്കാനാണ് ഈ വിശേഷ യോഗങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജനന സമയത്ത് ഗ്രഹണം ഉണ്ടാവുക, പരിവേഷം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ചുറ്റും ഒരു വൃത്തം പ്രത്യേക ആകൃതിയിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ. അതിനാണ് പരിവേഷം എന്ന് പറയുക. പരിവേഷം ഗണിക്കാൻ പറ്റും കേട്ടോ, അത് ഗണിത വിഷയമാണ്. മാന്തിയോഗം, ചന്ദ്രന് പാപയോഗം ഉണ്ടാവുക, ഉൽക്ക പതിക്കുന്ന സമയം. ഉൽക്കൊക്കെ എങ്ങനെ പതിക്കുക എന്നുള്ള ഗണിതത്തിലൂടെ നമുക്ക് ഗണിതം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ആളുകൾക്ക് ഉൽക്കോർവി, ചലനോപരാഗ, ഗുളികോദയം, ഗ്രഹയുദ്ധം, ഇങ്ങനെയൊക്കെ ഗണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് എക്സ്പെർട്ടായിട്ടുള്ള ദൈവജ്ഞനെ അത് സാധിക്കുന്നു സാരം. നിങ്ങൾ ജാതകം കണ്ടാൽ അതൊക്കെ ഗണിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉൽക്കാമൗഢ്യം, യുദ്ധപരാജയം, അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ, അത് യുദ്ധപരാജയത്തിൽപ്പെട്ട ഗ്രഹം ചന്ദ്രനോട് ചേർന്ന് വരിക, ചന്ദ്രന് പാപദൃഷ്ടി ഉണ്ടാവുക, ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാവങ്ങളിൽ മുഴുവൻ പാപഗ്രഹങ്ങളും നിൽക്കുക, ചന്ദ്രൻ്റെ 4, 7, 10 മുഴുവൻ പാപഗ്രഹങ്ങളും നിൽക്കുക, ഇതൊക്കെ വന്നാലും അതിനെ നമ്മൾ എന്തായിട്ട് മനസ്സിലാക്കണം? കേമദ്രുമ യോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ മറ്റൊരു വിശേഷപ്പെട്ട യോഗമാണ് ശനി ശുക്രന്മാർ പരസ്പരം നോക്കുക. അവർക്ക് നീചം, ശത്രുക്ഷേത്രം, പാപക്ഷേത്രം എന്നീ രാശികളിൽ സ്ഥിതി ഉണ്ടാവുക, അല്ലെങ്കിൽ
ഒരുമിച്ച് നിന്നാലും മതി. ശനി ശുക്രന്മാർ പരസ്പരം നോക്കിയാലും അവർക്ക് നീചം, ശത്രുക്ഷേത്രം, പാപക്ഷേത്രം ഇതുകളിൽ സ്ഥിതി, അംശകം, യോഗം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശുഭഗ്രഹങ്ങൾ, യോഗദൃഷ്ടിയാദികൾ ഇവർക്ക് വരാതിരിക്കുകയും ചെയ്താലും എന്ത് സംഭവിക്കും? രാജവംശത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ പോലും അവൻ കേമദ്രുമ യോഗത്തിന് പാത്രീഭൂതനായി തീരും എന്നുള്ളതാണ്. അന്യോന്യദൃഷ്ടോ ശനിദാനവേഢ്യോ നീചാരി പാപഗ്രഹവർഗയാദോ ഏകക്ഷഗോ വായതി രാജവംശേ ജാതോപി കേമദ്രുമയോഗമേതി. എത്ര ഭംഗിയായിട്ട് എഴുതി വച്ചിരിക്കുന്ന ആചാര്യൻ. ഈ ശ്ലോകം ഇവിടെ ചൊല്ലിയില്ലെങ്കിൽ അത് ഈ പറയണതിലൊന്നും കാര്യമില്ലാണ്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്രമാണങ്ങളാണ്. അന്യോന്യദൃഷ്ടോ, അന്യോന്യം ദൃഷ്ടിയിൽ വരിക. ശനി ദാനവേഢ്യോ, ശനിയും ദാനവേഢ്യം എന്ന് പറയുമ്പോൾ ശുക്രൻ. നീചാരി പാപഗ്രഹവർഗയാതോ. എത്ര സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രമാണത്തിൻ്റെയൊക്കെ ഒരു ശക്തി ഇതൊക്കെ പല ക്ഷേത്ര പ്രശ്നങ്ങളിലും നന്നായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്തുണ്ടെങ്കിലും അഭിവൃദ്ധി ഇല്ല എന്ന് പറയുന്ന ഈ സാധനങ്ങൾ മതി. മനസ്സിലായിട്ടോ? അപ്പോൾ നമുക്കത് ജാതകത്തിൽ മാത്രമല്ല പ്രശ്നവേദികളിലും അതിഗംഭീരമായിട്ട് സമർത്ഥിക്കാൻ പറ്റുന്ന ചില പ്രമാണം. ഇതൊക്കെ യഥേഷ്ടം പ്രയോഗിച്ച് സക്സസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, അവൻ രാജാവാണെങ്കിൽ പോലും, രാജവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും, രാജാവിൻ്റെ പുത്രനാണെങ്കിൽ പോലും അവൻ എന്തുണ്ടാവും? ദാരിദ്ര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ചന്ദ്രേ പാപയുതേതു പാപഭവനേ പാപാംശകേ വാ നിശി വ്യോമേശേന നിരീക്ഷിതേ ഗതപലേ കേമദ്രുമോ യോഗ ഭവേത് കേമദ്രുയോഗേ ഭവേത്. ഇതൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടോ, അങ്ങോട്ട് മുഴുവനായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് അതൊക്കെ. അപ്പോൾ എന്നും പ്രയോഗിക്കാത്തത് കൊണ്ട് ചില തപ്പിത്തറയിലൊക്കെ വന്നിട്ടുണ്ട്. എനിക്കും അതൊരു എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോൾ. ചന്ദ്രൻ പാപയോഗ പാപയോഗത്താലോ പാപക്ഷേത്രത്തിൽ അംശകത്താലോ 10ാം ഭാവാധിപൻ്റെ ദൃഷ്ടിയും ദുർബലത്വമുള്ളപ്പോൾ രാത്രി ജനിക്കുക. അതാണ് ചന്ദ്രേ പാപയുതേതു പാപഭവനെ, പാപഭവനത്തിൽ നിൽക്കുക, പാപാംശകത്തിൽ നിൽക്കുക, രാത്രി ജനിക്കുക. ചന്ദ്രന് ദുർബലത ഉണ്ടാവുക, പക്ഷബലം ഇല്ലാണ്ടിരിക്കുക. അതായത് കറുത്ത പക്ഷത്തിൽ അഷ്ടമിക്ക് ശേഷം വെളുത്ത പക്ഷത്തിൽ പഞ്ചമിക്കുള്ളിലായിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാലും പാപയോഗവും നീചനവാംശകവും ക്ഷീണത്വവും ലഗ്നരാശിസ്ഥിതിയും ഉള്ള ചന്ദ്രൻ ഭാഗ്യാധിപൻ്റെ ദൃഷ്ടിയുള്ളപ്പോൾ രാത്രി ജനിച്ചാലും കേമദ്രുമയോഗം. ഇത് ഈ യോഗം കുറച്ച് പ്രയാസമാണ് കണ്ടുപിടിക്കാൻ. എല്ലാം കൂടി ഒത്തു വരണം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ ദാരിദ്ര്യയോഗത്തെ പറയുള്ളൂ. ഭാഗ്യസ്ഥാനപവീക്ഷിതേ ബലയുതേ നീചാംശകേ കുബ്ജകേ തഥാ ചന്ദ്രനീചയുതേ നിശിക്ഷയതനോജാതസ്യ കേമദ്രുമ. അത്ര ഭംഗിയാത്. അത് ഗുരുനാഥനൊക്കെ അതിങ്ങനെ പദം മുറിച്ച് ഇങ്ങനെ വിഭക്തിയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ശ്ലോകങ്ങളാണ് അതൊക്കെ. അതൊക്കെ ഇങ്ങനെ ഫലം പറഞ്ഞാൽ ഇങ്ങനെ മാറി നിൽക്കില്ല, അത് അച്ചട്ടായി ഭവിക്കുന്നുള്ളതാണ്. അതേപോലെ മറ്റത് നിശാകരേ കേന്ദ്രഗതേ ഭൃഗോവ ജീവേക്ഷിതേ നൈവ ദരിദ്രയോഗ. അടുത്തത് ചന്ദ്രനോ ശുക്രനോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി കേന്ദ്രഭാവത്തിൽ വരികയും ചന്ദ്രൻ ശുഭന്മാരോട് കൂടുകയോ ശുഭന്മാരുടെ മധ്യത്തിലോ വ്യാഴദൃഷ്ടിയോടുകൂടിയോ നിൽക്കുകയോ വന്നു കഴിഞ്ഞാൽ ഈ കേമദ്രുമം ഫലിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനാകെ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ചന്ദ്രനോ ശുക്രനോ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോട് കൂടിയിട്ട് കേന്ദ്രഭാവങ്ങളിൽ ലഗ്നം 4, 7, 10 നിൽക്കുകയും ചന്ദ്രൻ ശുഭന്മാരോട് കൂടുകയോ ശുഭന്മാരുടെ മധ്യത്തിലോ, ചന്ദ്രന് ശുഭ മധ്യസ്ഥിതി ഉണ്ടായാൽ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴത്തിന് ബലം വേണം കേട്ടോ, വ്യാഴത്തിന് ബലം വേണം, ചന്ദ്രനും ബലം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ യോഗത്തിൻ്റെ അനുഭവസിദ്ധി ഇല്ലാതിരിക്കുകയുള്ളൂ. അങ്ങനെ വന്നാൽ കേമദ്രുമം ഫലിക്കില്ല. ഇനി അതിൻ്റെ ശക്തി എങ്ങനെയാണെന്നുള്ളതാണ് പറയണത്. അതിൻ്റെ ശക്തി എന്താ? യോഗേ കേമദ്രുമേ പ്രാപ്തേ കസ്മിംശ്ച ജായതേ രാജയോഗാ വിനശ്യന്തി ഹരിം ദൃഷ്ട്വാ യഥാദിവക് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? കേമദ്രുമത്തിൻ്റെ ശക്തിയെ പറ്റിയിട്ട് ആചാര്യൻ പറയുകയാണ്. എന്താ ഇവിടെ പറഞ്ഞ ഈ കേമദ്രുമ പ്രാപ്തേ കസ്മിംശ്ച ജായതേ. ഈ പറഞ്ഞ കേമദ്രുമ യോഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള യോഗങ്ങളിൽ വെച്ച്, ദരിദ്രയോഗങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള ഈ കേമദ്രുമത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രാജയോഗാദി വിശേഷ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാജയോഗ
വിനശ്യന്തി ഹരിം ദൃഷ്ട യഥാധിപ എന്ന് പറഞ്ഞു. അതായത് സിംഹത്തെ കണ്ട ആനകളെപ്പോലെ, അതായത് വിശേഷപ്പെട്ട രാജയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ യോഗങ്ങളൊക്കെയും കേമദ്രുമത്തെ ഭയന്ന് സിംഹത്തെ കണ്ട ആനകളെപ്പോലെ ഓടി ഒളിക്കുന്നുള്ളതാണ്. നോക്കി നോക്കൂ. അതായത് വിശിഷ്ട രാജയോഗങ്ങൾ ഒന്നും തന്നെ ഫലിക്കില്ല എന്ന് ഒരൊറ്റ പ്രമാണത്തിലൂടെ ആചാര്യൻ സമർത്ഥിച്ചു. അപ്പോൾ എത്ര കണ്ട് ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേമദ്രുമ യോഗമുള്ള ജാതകത്തിലുള്ള ആൾക്കാർ ഈ പറയുന്ന യോഗങ്ങൾ അവനവന് സ്വയം നോക്കാൻ നിശ്ചയില്ലെങ്കിൽ അതിൽ എക്സ്പെർട്ടായിട്ടുള്ള ദൈവജ്ഞനെ തൻ്റെ ജാതകം ഒന്ന് ഈ രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. ഇതിൽ കേസരി ഉണ്ട്, അഖണ്ഡ സാമ്രാജ്യമുണ്ട്, അമലായോഗമുണ്ട്, ശശിമംഗള യോഗമുണ്ട്, ഭദ്രയോഗമുണ്ട്, രുചകയോഗമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാതകം കൊണ്ട് തെക്കും വടക്കും നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും പാവങ്ങൾ രക്ഷപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ തൻ്റെ ജാതകം ഒന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയനാക്കുക. അത് നല്ല ഉത്തമ ദൈവജ്ഞൻ്റെ സമക്ഷം കൊണ്ടുപോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുക. അതിൽ ഈ കേമദ്രുമം എവിടെയെങ്കിലും ഒളിച്ചു കിടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതിന് വിധിക്കൊത്ത പരിഹാരം അത് ദൈവജ്ഞൻ പറഞ്ഞു തരും. കാരണം ഓരോരുത്തർക്കും ഓരോ തരം ഗുരുപദേശങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും ചില ആളുകൾ ചെയ്യാറുണ്ട്. ചിലരും അത് ശാസ്ത്രീയമായിട്ട് ചെയ്യാറുണ്ട്. ഈ കർമ്മവിഭാഗം പോലെയുള്ള ക്രിയകളൊക്കെ നടത്തിയിട്ടും ഈ ദുരിതത്തെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ഗുരുനാഥനല്ലാട്ടുള്ളൂ, അനവധി ഗുരുനാഥന്മാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് വിധിപ്രകാരം ഞാൻ അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ഉപദേശമായിരിക്കില്ല മറ്റൊരു ദൈവജ്ഞൻ നിങ്ങൾക്ക് തരിക. എങ്കിലും ഗണിതപടുവായിരിക്കുന്ന ദൈവജ്ഞൻ്റെ സമക്ഷം കൊണ്ടുപോയി ജാതക പരിശോധന നടത്തി അതിനുള്ള പരിഹാരങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചാൽ നിങ്ങളുടെ ജീവിത ദുരിതം തീരും. അത് കൃത്യമായിട്ടുള്ള ജ്യോതിഷിയായിരിക്കണം, ജ്യോത്സ്യൻ്റെ വേഷം കെട്ടിയിരിക്കുന്ന ആളായിരിക്കരുത്. അപ്പോൾ വേഷഭൂഷാദികളിൽ കൂടിയും ദൈവജ്ഞനെ മനസ്സിലാക്കാം. പക്ഷെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി പാരമ്പര്യമുള്ള വ്യക്തികൾ അടുത്തന്നെ പോവുക. എന്നിട്ട് അവരോട് കാര്യം പറയാം. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, യാതൊരു സംശയവും വേണ്ട. അതിന് ധാരാളം ആൾക്കാർ അതിന് സാക്ഷിയുണ്ട്. ഇന്ന് പോലും എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. ഒരു കുട്ടി ഒരു ഡ്രഗ്സിന് അടിമയായിട്ട് അത് ഇത്തരത്തിലുള്ളൊരു യോഗ ഉണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിവർത്തിച്ചതിന് ശേഷം ആ കുട്ടിയെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സയും ആ ചികിത്സയുടെ ഫലമായിട്ട് ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ളതായ ഒരു സാധ്യതയും തെളിഞ്ഞു എന്ന് ആ കുട്ടിയുടെ അമ്മ വളരെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മനസ്സ് നിറയാനുണ്ടായത്. അങ്ങനെ നമ്മുടെ ശാസ്ത്രം കൊണ്ടുള്ള പ്രയോജനം അനവധിയാണ്. അത് കൃത്യമായിട്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് കൃത്യതയോടുകൂടി എത്തണം. അങ്ങനെ എത്തുമ്പോൾ നമ്മുടെ ശാസ്ത്രം വിജയിക്കും. അപ്പോൾ ഇതൊക്കെയാണെന്ന് പ്രേക്ഷകരുമായി സംവദിക്കാനുള്ളതായ കാര്യം. നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.